എന്താടാ, അവനെ തട്ടിയല്ലോ അല്ലേ? തട്ടി. വായ്ക്കരിയിട്ട് കുഴിച്ചുമൂടി. നിന്റെ കളിയാണല്ലേ? കൊള്ളാലോടാ. പോലീസ് ഞാനാന്ന് കണ്ടുപിടിച്ചു. എന്തിനാണെന്ന് അറിയണ്ടേ? ഈ കഥയിൽ നീ ഹീറോ ആണെങ്കിൽ ഞാനും ഹീറോയാടാ. നീ വില്ലനാണെങ്കിൽ ഞാനും വില്ലനാടാ. ഈ കഥ ഇപ്പൊ തുടങ്ങിയതല്ല, അന്ന് അവിടെ വെച്ച്. നിന്റെ അച്ഛൻ ചത്തു വീണ അതേ സ്ഥലത്ത് തന്നെയാണ് എന്റെ അച്ഛനും. ശിവൻ കൊന്ന പോലീസില്ലേ, അയാളുടെ മകനാണ് ഞാൻ. അറുത്ത് തള്ളിയേച്ചവൻ പോയി. നീ കരഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് ഞാനും കരഞ്ഞു. ഒരു ഭാഗത്ത് ഞാൻ മാത്രം അനാഥനായി, മറുഭാഗത്ത് ഈ നാട് മുഴുവൻ എനിക്കെതിരായതുപോലെ തോന്നി. അന്നു ഞാൻ തീരുമാനിച്ചു ശിവനെ കൊല്ലണമെന്ന്. വേണ്ട, ഇവിടെ വന്ന് ആരാണ് ഇങ്ങനെ ചെയ്തത്? വേറൊരാളെ കൊണ്ട് കൊല്ലാൻ ഞാൻ സമ്മതിക്കൂ? ജീവൻ രക്ഷിച്ചവനെന്ന് കരുതി അവൻ എന്നെ കൂടെ കൂട്ടി. ശിവന്റെ അടുത്ത് നിന്നൊന്ന് പഠിച്ചു. ഒരുവനെ കൊല്ലാൻ തീരുമാനിച്ച സകലതും കൈക്കലാക്കി അവസാനമേ അവനെ കൊല്ലൂ. ശിവന്റെ അടുത്തുനിന്ന് പഠിച്ചത് അവന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. എന്നാൽ അതിന് ശക്തി വേണം, ആനയുടെ ശക്തി. 20 വർഷം അവന്റെ കൂടെ നിന്ന് വിശ്വസിപ്പിച്ച് അവൻ മൂലം ഞാൻ മിനിസ്റ്ററുമായി. നിന്റെ അച്ഛൻ വിചാരിച്ചു ഞാനെന്നും കൂടെ നിൽക്കുമെന്ന്. വിശ്വസിപ്പിച്ച് ഞാൻ. ഇപ്പൊ സമയായി പ്രതികാരം ചെയ്യാൻ. അങ്ങനെ ഓരോന്നായി അഴിച്ചു തുടങ്ങി. ബാക്കി വെക്കില്ല ഞാൻ. വേരോടെ പിഴുതെറി. ഒരു സാധാരണ റൗഡിയെ വെച്ച് അവനുണ്ടാക്കിയ വിലയെല്ലാം കളയണമെന്ന് ഞാൻ വിചാരിച്ചു. തൂത്തുക്കുടി റോഡിൽ വെച്ച് കൊന്നുകളയാൻ ആളെ അയച്ചു. തൊടാൻ പറ്റില്ലെന്ന് വിചാരിച്ച ശിവനെ അറസ്റ്റ് ചെയ്ത് നാണം കെടുത്താൻ ഒരു പോലീസ് മേധാവിയെ പറഞ്ഞയച്ചു. എന്നാൽ നിന്റെ അച്ഛൻ എന്നെ പോലീസാക്കുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്നുണ്ടായ അപകടത്തിന് പിന്നിലും ഞാനാ. മധുരയിൽ അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മധുര മുഴുവനും ശിവനെതിരാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ ശിവനെതിരായിട്ട് തിരിഞ്ഞു. ശിവനെ തകർക്കുവാൻ വേണ്ടി ഞാൻ ഫാർമ കമ്പനിയെ ചട്ടം കെട്ടി. എന്നാൽ ഞാൻ എന്തു ചെയ്താലും എല്ലാത്തിനും തടസ്സമായി വന്നു. ശിവന്റെ മുമ്പിൽ ഒരു നന്ദിയെ പോലെ. അതുകൊണ്ടാ നിന്നെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. ഏയ്, എന്താടാ, നിനക്കൊരിക്കലും മരണമില്ലേ? വെടിലട ഞാൻ. വെറുതെയല്ല, 20 വർഷത്തെ കാത്തിരിപ്പ്, പക, പ്രതികാരം, തീയിൽ കുരുത്തു വന്നവനാണ് ഞാൻ. ബോഡി സ്ട്രോങ് തന്നെയാ, പക്ഷെ ഈ തല വീക്കാണ്. എടാ മന്ത്രി, എന്റെ അച്ഛനെ നിനക്ക് തൊടാൻ കഴിയില്ലടാ. കാരണം എന്റെ അച്ഛന്റെ ജീവൻ തന്നെ ഇവിടെയാടാ. അപ്പൊ നീയും ജീവനോടിരിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ശിവൻ അവന്റെ ശക്തി ഇല്ലാതാക്കും. അച്ഛൻ അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, ആ അച്ഛന്റെ കൈകൊണ്ട് തന്നെ നീ ചാവും. ശിവൻ നിന്നെയും വളർത്തി എന്നെയും വളർത്തി. നീ അവനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു, ഞാൻ അവനെ ഇല്ലാതാക്കാൻ വിചാരിക്കുന്നു.
ശിവൻ ഇപ്പൊ ആരെ വിശ്വാസവും നമുക്ക് നോക്കാം. നമുക്ക് നോക്കടാ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ അച്ഛൻ നിന്നെ കൊല്ലൂടാ. അത് ഞാൻ ചെയ്യിപ്പിക്കും. എന്റെ അച്ഛൻ എന്നെ നീ ഒളിച്ചിരുന്ന് അമ്പ ചെയ്തിട്ട് നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നീയാണിതിന് കാരണമെന്ന് അറിഞ്ഞപ്പോ നിന്നെ ഞാൻ വെറുതെ വിടുവോ? വെല്ലുവിളി, ഈ ശക്തിയുടെ അടുത്ത് നിന്റെ വെല്ലുവിളി. കളിയിൽ ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടായിരിക്കാം, കളിക്കാൻ വിട്ടിട്ട് ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? ബാലിയോട് യുദ്ധം ചെയ്താൽ പകുതി ബലം പോകും, ഈ ശക്തിയോട് യുദ്ധം ചെയ്താൽ മുഴുവൻ ബലവും നഷ്ടമാകും. കളിക്കടാ, കളിച്ചു നോക്ക്. നീ പറഞ്ഞ ഒരേ ഒരു ദിവസമായിരിക്കും നിനക്കും. മുഴങ്ങിയടാ മരണമണി. ആ ചേട്ടാ, ഇനി ശക്തി അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കളയും. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാവും? ചെറിയ കുട്ടിയല്ലേ. ഈ ശിവനാരാണെന്ന് ഈ മധുര അറിയണം. വാട്ട്സ് ഗോയിങ് ഓൺ ശക്തി? പോലീസിന്റെ ദേഹത്ത് കൈവച്ച കണ്ടില്ലേ? ഒന്നുകിൽ നീ തീർക്കണം, അല്ലെങ്കിൽ ഞാൻ തീർക്കാം. ഞാൻ നോക്കിക്കോളാം സാർ. ചേട്ടാ, അക്രമം ഉണ്ടാക്കിയതിന്റെ പേരിൽ ശക്തി മോനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഏയ്, വേഗം പോടാ. അമ്മേ, വിശക്കുന്നമ്മ, ഒന്ന് വേഗം കൊണ്ടുവാ. വാ പോകാം. എവിടേക്ക്? എന്താ മോനെ? വരാനാ പറഞ്ഞത്. പോലീസുകാരൻ എന്താ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുവാണോ? മോനെ ശക്തി, അതേടാ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാടാ ഞാൻ. മോനെ വേണ്ട. നിന്റെ അനിയനാടാ, അവൻ കഴിക്കാനെങ്കിൽ ഇരുന്നതേ ഉള്ളൂ. വേണ്ടമ്മേ. നിൽക്ക്. എന്റെ മനസ്സിൽ നിനക്ക് മകനെന്നുള്ള സ്ഥാനം ഇപ്പോഴും ഉള്ളതുകൊണ്ട് മാത്രമാ നീ ജീവനോടെ ഇരിക്കുന്നത്. നീ പടി ഇറങ്ങിപ്പോയാൽ എല്ലാം അവസാനിക്കും. ആലോചിച്ച് തീരുമാനമെടുക്ക. വിഘ്നേഷ്, ഞാൻ പറയുന്ന കേൾക്കണം. ആ മിനിസ്റ്റർ എല്ലാം എനിക്കറിയാം, കൂടുതലൊന്നും പറയണ്ട. എന്തിനാ ശക്തി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അനിയനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാനും മാത്രം ഇത്ര ദേഷ്യം എന്തിനാ? അവൻ ജീവനോട് ഇരിക്കണ്ടേ? എന്നുവെച്ചാൽ നിന്നോടല്ലേ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, പിന്നെ അവൻ എങ്ങനെയാടാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. വാറണ്ട് എന്റെ കയ്യിലാ. നിന്റെ കയ്യിൽ വാറണ്ട് ഉണ്ട്, അവന്റെ തലയിലെ ബുദ്ധിയുണ്ട്. ഒന്നും സാരല്ല, ഞാൻ പൊക്കി ഞാൻ തന്നെ അവനെ തീർത്താ സംശയം തോന്നും. എന്നാ അവൻ പൊക്കി ഞാൻ കൊന്ന. അതുകൊണ്ട് തന്നെയാ അവനെ ഇവിടെ കൊണ്ടുവന്നത്. അത് പറഞ്ഞു മനസ്സിലാക്കിയല്ലേ വേണ്ട ശക്തി. ഒരു കാര്യവും വിശ്വസിക്കാത്തവനോട് എന്താ പറയുന്നത്? ദേഷ്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. അവന് വിശപ്പുണ്ടാകും, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഒരു കാര്യം, എന്റെ അനിയൻ ഇവിടുള്ള വിവരം ഒരു കുഞ്ഞു പോലും അറിയരുത്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ മകൻ എന്റെ വീട്ടിലെത്തണം. ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ശക്തി, നിന്റെ അനുജനെ രക്ഷിക്കാൻ നോക്കിയാ ഞാൻ ചുമ്മാ ഇരിക്കുന്നു വിചാരിച്ചോ? വില്ലൻ പറഞ്ഞ വാക്ക് മാത്രം പാലിക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ പറയാത്തതും ചിലതൊക്കെ ചെയ്യും. ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവാ. നീ എന്നാ അതൊന്ന് കണ്ടുപിടിക്കും നോക്കട്ടെ.
അവന്റെ അനിയനെ നമ്മൾ മാത്രം തേടിയതുകൊണ്ട് കാര്യമില്ല. അവന്റെ അച്ഛനും അവനെ തേടണം. എന്താണ് ഈ കാണിക്കുന്നത്? ശക്തി സാറിന്റെ അടുത്തല്ലേ? ചേട്ടാ ചേട്ടാ എന്നെ പറ്റി എന്ത് പറ്റി? ഭദ്രേട്ടാ. വീരഭദ്ര, ആരാ ചെയ്ത്? ശക്തി എന്നെ തല്ലിയ എനിക്ക് സങ്കടമില്ല. ശിവൻ കൺസ്ട്രക്ഷൻ മേലെ കൈവച്ച ചേട്ടന്റെ മേലെ കൈവച്ച പോലെ അത് ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശിവൻ ശിവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലായിടത്തും ശക്തി ശക്തി എന്നാണ് ഇപ്പൊ പറയുന്നത്. ശിവൻ എന്ന പേരെ ഇല്ലാതായിരിക്കുകയാണ്. പോടാ, പോയി പിടിക്കടാ അവനെ. എന്താടാ നീ എല്ലാം കഴിഞ്ഞപ്പോ അവസാനം എത്തിയത്? ഓ നീ പോലീസാണല്ലോ. സോറി 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 സോറി. ഇതെല്ലാം നീ ചെയ്തതാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ആളെ വിട്ടിട്ടുണ്ട്. അയാള് കൊല്ലൂടാ. പോടാ പോടാ. തുടങ്ങാതെ പറഞ്ഞില്ലേ, അത് തുടങ്ങിക്കഴിഞ്ഞു. നിന്റെ ഒടുക്കത്തെ കളി. വിഘ്നേഷ്! വിഘ്നേഷ്, നീ പോകരുത്. ശക്തി പറയുന്നത് നീ കേൾക്ക്. വിഘ്നേഷ്, നീ പോകരുത്. അവിടെ നിൽക്കാൻ പോകരുത്. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, അവൻ എവിടാന്ന് അറിയില്ല. ഹലോ ശക്തി, വിഘ്നേഷിനെ അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയടാ. നീ എവിടെ എങ്ങനെയാടാ പോയത്? ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ, കേട്ടില്ല. പോയപ്പോ അവൻ എന്റെ സെൽഫോൺ എടുത്തോണ്ട് പോയടാ. നീ ഉടനെ അവനെ വിളിക്കും.